ഹായ് അലോൺ ജോജിയാണ്. ഇപ്പം നമ്മൾ ഇന്നുള്ളത് എൻ്റെ ഒരു ഫ്രണ്ട് കൃതി ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ട്, എറണാകുളത്തൊരു കപ്പിൾ തുടങ്ങിയത്. അതെ, അത് തന്നെയാണ് ഇത് സാധനം. ബൺ മസ്ക സ്പെഷ്യൽറ്റി സംഭവം നല്ല അടിപൊളിയാണ്. എവിടെയാണെന്ന് വെച്ചാൽ നമ്മളെ പുത്തൂർ ബൈപ്പാസിൽ റൗണ്ട് ഓഫ് ബോട്ടിയില്ലേ, അവിടെയാണ് തുടങ്ങിയിരിക്കുന്നത് കേട്ടോ. ഇപ്പം നല്ല കസ്റ്റമേഴ്സൊക്കെ വരുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഇന്നത്തേക്ക് ഇപ്പം 3 ദിവസമായിട്ടോ, 3ാമത്തെ ദിവസമാണെന്ന്. നല്ല റീച്ചാണുള്ളത്. കസ്റ്റമേഴ്സൊക്കെ നല്ല ഫീഡ്ബാക്കാണ് പറയുന്നത്. അറിഞ്ഞ് ആൾക്കാർ വരുന്നുണ്ട്, കസ്റ്റമേഴ്സ് കൂടി വരികയാണ്. അപ്പോൾ അവളുടെ സംരംഭം നല്ല രീതിയിൽ മുന്നിലേക്ക് പോകട്ടെ. നമ്മളതിൻ്റെ ഒരു ചെറിയ ഭാഗമാകുന്നത് മാത്രമേ ഉള്ളൂ. എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പോയി എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഒരു ചെറിയ വീഡിയോ എടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടിട്ട് വരുന്നവർ ഒന്ന് വരിക, നമ്മൾ ഈ പുത്തൂർ ബൈപ്പാസ് വഴി പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറുക, ഒരു ബണ്ണ് ഒന്ന് കഴിക്കുക. നല്ലതാണ്, അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള സംഭവമാണ്. അത്യാവശ്യം ആൾക്കാരും ഇപ്പോൾ വരുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. കഴിച്ചവരൊക്കെ പറഞ്ഞത് അങ്ങനെയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. ഫാമിലീസും കുട്ടികളായിട്ടും അല്ലാതെയൊക്കെ ആൾക്കാർ വരുന്നുണ്ട്, അന്ന് കഴിച്ച് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പുത്തൂർ ബൈപ്പാസ് വഴി പോവുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കും എങ്ങനെയുണ്ടെന്നുള്ളത്. പിന്നെ നമ്മളെ വീഡിയോ ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തിട്ട് ചെല്ലുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ കൃതിയോട് പറഞ്ഞാൽ തിരക്കാണെങ്കിൽ ക്യൂ നിൽക്കണ്ട, നിങ്ങൾ സ്പെഷ്യൽ കസ്റ്റമറായിട്ട് പരിഗണിക്കുന്നതായിരിക്കും കേട്ടോ കൃതി. ഞാൻ എൻ്റെ ഫ്രണ്ട് ഷൈനും കൂടിയാണ് കേട്ടോ പോയത്. ഞങ്ങളും കഴിച്ചിട്ട് വരാം. പിന്നെ ചായ നല്ല ടേസ്റ്റാണ്. ഇത് ഇങ്ങനെ ചായയിൽ ടിപ്പ് ചെയ്ത് കഴിക്കണം, അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത്. അങ്ങനെ കഴിക്കുമ്പോഴാണ് ആ ടേസ്റ്റ് നമ്മുടെ നാവിലേക്ക് ഇങ്ങനെ കിട്ടുള്ളൂ. നാവിലിങ്ങനെ അലിഞ്ഞ് ചേരുന്ന പോലെയാണ് ആ ചായയിൽ ടിപ്പ് ചെയ്ത് കഴിക്കുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ, അടിപൊളി. അപ്പോൾ ഇതാണ് കൃതി. അവൾ ഇവിടെ ഇട്ടതുപോലെ മലപ്പുറം ജില്ലയിൽ ഒരുപാട് ഷോപ്പുകൾ ഓപ്പണാക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട്